Hi students, welcome to Ideal Learning class. ഇത് 10th സ്റ്റാൻഡേർഡ് മാത്സ് ചാപ്റ്റർ 5 ട്രിഗണോമെട്രി. അതിൽ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ഈ പാർട്ടിൽ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുകയും വേണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ABC. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ BC എന്ന് പറയുന്ന അളവ് എത്രയാണ് ഈ സൈഡ്? അപ്പോൾ അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ന്യൂ നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽസ് കർണം സ്ക്വയർ, ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ അത് കാണുമ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, that is root of 9 plus 9, that is root 9 plus 9 18 ആണ്. റൂട്ട് 18 എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 2 into 9 എന്ന് എഴുതാം. 2 into 9 എന്ന് പറയുമ്പോൾ നമുക്കത് 9ൻ്റെ റൂട്ട് 3 ആണ്, 2വിനെ റൂട്ടിനകത്തും, അതായത് 3 root 2 എന്ന് നമുക്ക് തിരിച്ചിട്ട് എഴുതാം. 3 root 2 എന്നുള്ളതാണ് ഈ സൈഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്ന രണ്ട് വശങ്ങളും 45 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. കാരണം 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്ന് തുല്യമായ സൈഡുകളാണ്. അപ്പോൾ ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റായ ആംഗിളുകളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന 90ക്ക് ഓപ്പോസിറ്റായ സൈഡ് 3 root 2 എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പ്രൊപ്പോർഷണലി എഴുതുകയാണെങ്കിൽ, അതായത് 45:45:90 ഡിഗ്രി എന്നാണെങ്കിൽ 3:3:3 root 2. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1:1:root 2 എന്ന് കിട്ടും. അതായത് ദി സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ആർ ഇൻ ദ റേഷ്യോ സൈഡ്സ്, ആംഗിൾസ് ഇങ്ങനെയാണെങ്കിൽ സൈഡ്സ് 1:1:root 2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ട്രയാങ്കിൾ ABCD, അതായത് ACD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൽ B മിഡ് പോയിന്റിലേക്ക് ഒരു ലംബം വരച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ട് ട്രയാങ്കിളാക്കി മാറിയിരിക്കുന്നു. അതായത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ മീഡിയം വരക്കുമ്പോൾ നമുക്കറിയാം അത് 3 എന്നുള്ള, അതായത് AB BC അങ്ങനെ രണ്ട് ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും 60 ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ പകുതിയായിട്ട് അത് 30 ഡിഗ്രി എന്നാവുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് 6 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ, കാരണം ഇതിൻ്റെ പകുതിയാണല്ലോ, 6ൻ്റെ പകുതി 3. അപ്പോൾ നമ്മൾ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ റൂട്ട് ഓഫ് കാണുമ്പോൾ 3 root 3 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ സൈഡുകൾ 3:3 root 3:6 എന്നാകും. ഓക്കെ, ഇതാണ് ഈ സൈഡ് അളവുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3:3 root 3:6. അപ്പോൾ ഇതിനെ നമ്മൾ 3 കൊണ്ട് എല്ലാത്തിനെയും ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ 1:root 3:2 എന്നുള്ളൊരു പ്രൊപ്പോർഷനാണ് ഈ ആംഗിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന തിയറം എന്താണെന്ന് വെച്ചാൽ ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദെൻ ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 1:root 3:2 എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 101 101 കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് രീതിയിലുള്ള ട്രയാങ്കിൾ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് നോൺ റൈറ്റ് ട്രയാങ്കിളാണ്, അപ്പോൾ അതിൻ്റെ കൂടി നമുക്ക് സൈഡുകളുടെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അളവ് 105 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡ് 45 ആൻഡ് ഈ ആംഗിള് 30 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി 30 ഡിഗ്രി 105 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് 90 ഡിഗ്രി. അപ്പോൾ ഇത് 90, ഇത് 30 ആകുമ്പോൾ ഈ ഒരു സൈഡ് പകുതി ട്രയാങ്കിൾ എടുത്തെന്നാൽ അതിൻ്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇത് 45, ഇത് 90, അപ്പോൾ ഈ ആംഗിൾ 45 ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 105. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ സൈഡുകളുടെ അളവുകൾ കണ്ടെത്തുന്നതെന്ന് നോക്കാം.
അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഉള്ളതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ 45 ആണ് 90 ഡിഗ്രി. അതുകൊണ്ട് ആ 45-ന് ഓപ്പോസിറ്റായ സൈഡുകൾ നമ്മൾ എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. എക്സ് എന്നാകുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ഇത് വെച്ചിട്ട്, അതായത് 1:1:√2 എന്നാണ് റേഷ്യോ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ √2 എന്ന് പറയുമ്പോൾ √2x എന്ന് നമുക്ക് ആ അളവ് കൊടുക്കാം 90ക്ക് ഓപ്പോസിറ്റ്. അതുപോലെ 30, 60, 90 വരുമ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് 30ക്ക് ഓപ്പോസിറ്റ് 1 എന്ന് പറയുമ്പോൾ അത് എക്സ് ഡിഗ്രി, 45-ന് ഓപ്പോസിറ്റും 1. ഓക്കെ, അത് എക്സ് എന്ന് കൊടുത്തുകൊണ്ട് 30ക്ക് ഓപ്പോസിറ്റ് എക്സ്, രണ്ടും 1. ഓക്കെ, എക്സ്. ഇനി 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്. അപ്പോൾ √3x എന്ന് കൊടുക്കാം. 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്, ദാറ്റ് ഈസ് 2x എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ആ പ്രൊപ്പോർഷൻ എഴുതിയിട്ട് ഈ സൈഡ് ലാർജ് സൈഡ് സ്മോളസ്റ്റ് സൈഡ് അതൊക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 45, 90ക്ക് x:√2x, 30, 60, 90 x:√3x, 2x. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അളവെന്ന് പറയുന്നത് 45, 30, 45, 105, 30, 45, 105. അപ്പോൾ അത് നമുക്ക് എഴുതാം. 30 ഡിഗ്രി ഈസ് 45, വലിയ ട്രയാങ്കിളിൻ്റെ ഈ മൊത്തം വലിയ ട്രയാങ്കിളിൻ്റെ കോണളവുകളാണിത്, ഈസ് 105 എന്ന് പറയുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം √2x ആണ്. അതുപോലെ 45-ന് ഓപ്പോസിറ്റ് 2x ആണ്, ഈസ് 105. 105-ന് ഓപ്പോസിറ്റ് x+√3x ആണ്, x+√3x ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഴുതാം. ഇനി x+√3xനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് x കോമൺ ആണ്, അത് പുറത്തേക്ക് മാറ്റുമ്പോൾ 1+√3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് √2x ഈസ് 2x ഈസ് x ഇൻറ്റു 1+√3 എന്ന് എഴുതാം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് എക്സ് എല്ലാം മാറ്റിയിട്ട് √2 ഈസ് 2. ഓക്കെ, √2 ഈസ് 2 ഈസ് 1+√3 എന്ന് നന്നാക്കി എഴുതാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് ഫിഗറിൽ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ്? ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഇതാണ് രണ്ട് ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, അതുപോലെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ സൈഡ് അളവുകൾ തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ ആംഗിളുകളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 ആകുമ്പോൾ നമുക്ക് ഈ ടോപ്പിൽ ഇത് ബൈസെക്റ്റ് ചെയ്യുന്നത് 30 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ അളവുകൾ എഴുതാം. അതായത് 30 ഡിഗ്രി ഈസ് 60 ഡിഗ്രി ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പഠിച്ച മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 30ക്ക് ഓപ്പോസിറ്റ് 1, പക്ഷേ ഇവിടെ 4 എന്നാണ് ഈ സൈഡ് തന്നിരിക്കുന്നത്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2 സെൻറ്റിമീറ്റർ, അതായത് അതിൻ്റെ പകുതി, 4ൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 30ക്ക് പകരം 2 സെൻറ്റിമീറ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ 2 എന്നുള്ള പ്രൊപ്പോർഷൻ വന്നുകൊണ്ട് എല്ലാ ഇതിനെയും 2 കൊണ്ട് നമ്മൾ പ്രൊപ്പോർഷണലി ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഈസ് √3 × 2. ഓക്കെ, ഈസ് 2 × 2 ഇങ്ങനെ ആയിത്തീരുന്നു. അതായത് 2 ഈസ് 2√3 4 എന്നുള്ളൊരു പ്രൊപ്പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡാണ്. അതായത് 2√3 എന്നുള്ള പ്രൊപ്പോർഷണലി വരുന്നുണ്ട്. 2√3 അത് ഹൈറ്റ്. ഓക്കെ, ഇനി ഏരിയ എന്ന് പറയുന്നത് ½ BH ആണ്. അപ്പോൾ ബേസ് അളവ് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം. ½ × 4 × 2√3. അപ്പോൾ ഈ 2ഉം 4ഉം കൂടി വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വരുന്നുണ്ട്. അപ്പോൾ ദർഫോർ 2 × 2 4√3 എന്നുള്ള അളവ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, ഏരിയ ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 103 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിളുകൾ പോലെ തന്നെയുള്ളതാണ്. കണ്ട സൈഡൊക്കെ തന്നിട്ടുണ്ട്. നമുക്കത് പെർപെൻഡിക്കുലർ വരച്ചെന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2.
In each of the following parallelograms, find the distance between the top and bottom side. Calculate the area of each parallelogram. ഇത് കണ്ടോ, ഇവിടെ പാരലോഗ്രാംസ് തന്നിട്ടുണ്ട്, ആംഗിൾസും ഓരോന്ന് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്, പിന്നെ സൈഡ് അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം. ഓക്കെ, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ 45 ഡിഗ്രിയാണ് ആംഗിൾ മെഷർ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ആ സൈഡിലുള്ള ഇതിൽ നിന്ന് താഴേക്ക് ബേസിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് 45 ഡിഗ്രിയാണ് കാണുന്നത്. 45 അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നു. നമുക്ക് ഏരിയ കാണണമെങ്കിൽ ബേസ് അളവ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണെന്ന്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ പെർപെൻഡിക്കുലർ ലെങ്ത്, അതായത് ബി എച്ച് എന്നുള്ളതാണ് ഏരിയ. അപ്പോൾ ഈ ഹൈറ്റ് എച്ച് കാണണം. അതിൽ ഈ സൈഡ് നമുക്കറിയാം 90ക്ക് ഓപ്പോസിറ്റായ സൈഡ്. അപ്പോൾ ഇവിടെ അറിയാവുന്ന ആംഗിൾ മെഷർ വെച്ചിട്ട് 45:45:90 ഡിഗ്രി, ഇതെല്ലാം ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാവുന്നത് 1:1:√2 അതാണ് നമുക്കറിയാവുന്നത്. അതായത് 1x:√2x നമുക്ക് എഴുതാം. കാരണം ഇത് അളവ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ എന്നുള്ള മെഷറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1x:√2x. ദർഫോർ ഇവിടെ √2x എന്ന് പറയുന്നത് 2 ആണ്, 90ക്ക് ഓപ്പോസിറ്റായ അളവ്. അപ്പോൾ നമുക്കത് എഴുതാം, √2x = 2. ദർഫോർ x = 2/√2 എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. 2/√2 എന്ന് പറയുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2വിനെ √2 × √2 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? √2 × √2 എന്ന് പറഞ്ഞാൽ √4. √2 × √2 √4. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, /√2. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ ഇവിടെ കിട്ടുന്നത് √2 ആണെന്ന് കിട്ടും. അതായത് പ്രൊപ്പോർഷണലി √2 കൊണ്ടാണ് ഇൻറ്റു ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ 1x എന്നുള്ളത് √2 എന്ന് കിട്ടിയപ്പോൾ 1x എന്നുള്ളത് നമുക്ക് √2 ആവും. ഇവിടെയും 1x √2 ആവും. മറ്റേത് തന്നിട്ടുണ്ട് 2 ആണെന്നുള്ളത്. √2 × √2 ചെയ്യുമ്പോഴാണ് 2 വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റ് h = നമുക്ക് ഇപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് √2 ഓക്കെ 2. √2 × √2 2 വരും. ഇനി നമുക്ക് കിട്ടുന്നത് നമുക്ക് BH ഏരിയ BH = 4 × √2. ബേസ് അളവ് ബേസ് 4, ഹൈറ്റ് √2 എന്നുള്ളത് നമ്മളിവിടെ കണ്ടെത്തി. ഓക്കെ, എക്സ് ആണ് √2. അപ്പോൾ അതുപോലെ ഹൈറ്റ് നടുക്കുള്ള 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അളവ് ഓർ നമുക്ക് കിട്ടുന്നത് h = √2 എന്നുകൂടി നമുക്കിവിടെ എഴുതാം. കാരണം √2 ആണ് 45 ഡിഗ്രിക്ക് എതിരുള്ള അളവ്. അതുപോലെ ഏരിയ BH. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പാരലലോഗ്രാം എന്ന് പറയുന്നത് ആംഗിൾ അളവ് 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അവിടെയും നമ്മൾ പെർപെൻഡിക്കുലർ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് താഴെ ബോട്ടമിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് h കണ്ടെത്തണം. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ മെഷർ എന്ന് പറയുന്നത് 90, 60 അതുപോലെ 30. അപ്പോൾ നമുക്കറിയാവുന്നത് 30:60:90 എന്ന് പറഞ്ഞാൽ 1:√3:2 എന്നാണ്. അപ്പോൾ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 തന്നെയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് അറിയാം, അളവിലൊന്നും മാറ്റമില്ല. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് √3 ഓക്കെ, അതേ അളവ് തന്നെ നമുക്കിവിടെ എഴുതാം. അതുകൊണ്ട് നമുക്ക് ഹൈറ്റ് h എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, ദെൻ ഏരിയ BH ബേസ് 4 ആണ്, ഹൈറ്റ് √3 ആണ്. ദാറ്റ് ഈസ് 4√3 cm² നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. എ റെക്റ്റാങ്കുലർ ബോഡി ഈസ് ടു ബി കട്ട് എലോങ് ദ diagonal and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeters. What should be the length and breadth of the rectangle? Okay, ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ഡയഗണലി
ഇങ്ങനെ വികരണത്തിൻ്റെ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് തിരിച്ചൊട്ടിച്ച് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്തായാലും 50 സെൻറ്റിമീറ്റേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ? അങ്ങനെയെങ്കിൽ എത്ര നീളവും വീതിയുമുള്ള റെക്റ്റാങ്കിൾസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്കറിയാം ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ 50 50 50 അങ്ങനെ വരണം. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ആംഗിളുകൾ 60 ഡിഗ്രി അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ടാണ് തിരിച്ചിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. ഡയഗണൽ എന്ന് പറയുന്ന സൈഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡയഗണൽ 50 ആയിരിക്കണം, 50 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഈ ആംഗിളുകൾ 90 ഡിഗ്രി ആയിരിക്കും, 4 ആംഗിളും 90 ആയിരിക്കും. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ ഇത് 90 ആയിരിക്കുമ്പോൾ ഇവിടെ ഒരാംഗിൾ 60യും ഒരാംഗിൾ 30യും അതുപോലെ തിരിച്ചും വരും, 30 ആൻഡ് 60. ഓക്കെ, അപ്പം നമുക്കതും മെഷർ ചെയ്യാം. ഓക്കെ, ഇത് 30 ഡിഗ്രി എന്ന് വന്നാൽ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇപ്പുറത്ത് 30 ഡിഗ്രി വരും, ഇവിടെ 60 ഡിഗ്രി വരും. ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റായ സൈഡാണ് ഇവിടെ 50 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ ഒന്ന് എഴുതി നോക്കാം. 30:60:90, അതായത് 1:√3:2 എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ 2 എന്നുള്ളത് അതായത് 1x:√3x:2x എന്ന് എഴുതാം. ദർഫോർ 2x എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ എത്ര അളവായിട്ട് എടുക്കേണ്ടത്? 50. 90ക്ക് ഓപ്പോസിറ്റ് 2x ആണ് 50. ദർഫോർ x = 25 ആയിരിക്കണം, 50/2. അപ്പോൾ x 25 എന്ന് പറയുമ്പോൾ 60ക്ക് ഓപ്പോസിറ്റായ സൈഡ് അളവ് എന്ന് പറയുന്നത് √3 × 25ഉം ആൻഡ് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1 × 25ഉം, ദാറ്റ് ഈസ് 25. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ലെങ്ത് എന്ന് പറയുന്നത് 25√3ഉം ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25ഉം, 30ക്കും 60ക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. താങ്ക് യു.